മസ്ജിദുൽ അരീഷ് എന്നാണ് ഈ പള്ളിയുടെ പേര്. ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്രമിക്കാനും നായകത്വം നടത്താനും വേണ്ടി ഒരു പന്തലുണ്ടാക്കി. ആ പന്തലിന്റെ അർത്ഥമാണ് അൽ അരീഷ്. അത് ഈ സ്ഥാനത്തായിരുന്നു. ഇപ്പൊ ഈ പള്ളിക്ക് പേര് മസ്ജിദുൽ അരീഷ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നു സുരക്ഷിതത്വം നൽകാൻ വേണ്ടി സുരക്ഷാ സേനയായിരുന്നു. തെറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് മറ്റെല്ലാ സഹാബത്തിനേക്കാളും ശൂര പരാക്രമിയായിരുന്നു സന്ദേശത്തിൽ നമ്മൾ പഠിക്കുന്നത് നിർണായക ഘട്ടത്തിലെ ഏറ്റവും വലിയ ആയുധം ഏത് നിർണായക ഘട്ടത്തിലെയും ഏറ്റവും വലിയ ആയുധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ഥലത്ത് നമ്മൾ ഇന്ന് ഈ ഇരിക്കുന്ന ഈ സ്ഥലത്ത് പുന്നാര ഹബീബ് ദുആ ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോലും കരഞ്ഞുകൊണ്ട് അങ്ങ് എത്ര നേരമായി അങ്ങയുടെ നാഥനോട് റബ്ബിനോട് കരഞ്ഞു പറയുന്നു, മതിയായില്ല നബിയെ, അല്ലാഹു കേൾക്കാതിരിക്കോ? ആ മാതിരിയുള്ള ഒരു ദുആ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇൻ അഹ്ലക്ത ഹാദിഹിൽ ഹുസ്ബാബത മിനൽ മുഅ്മിനീൻ ലം തുഅബദ് ബഅദൽ യൗമി അബദ. ഇന്നത്തെ എൻ്റെ കൂടെയുള്ള ഈ കൊച്ചു സംഘത്തെ, ഈ ചെറു സംഘത്തെ, ഭൂമിയിലാകെയുള്ള സത്യവിശ്വാസത്തിന്റെ വക്താക്കളാണ്, ഇവരെ എങ്ങാനും നീ ഇവിടെ വെച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരൊറ്റക്കുട്ടി ഈ ഭൂമുഖത്ത് അവശേഷിക്കൂല. അത് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലെ ദുആ ആണ്. ഫവഅദുകല്ലദീ വഅദ്തനാ, അല്ലാഹുവേ നീ എനിക്കൊരു വഅദ തന്നിട്ടുണ്ടല്ലോ, വിജയം തരുമെന്ന ഒരു വാഗ്ദത്തം, അതിവിടെ വെച്ച് ഞങ്ങൾക്ക് ലഭിക്കണം. ആ ദുആ കണ്ടിട്ടാണ് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത്, എത്രയായി നബിയെ അന്ന് ദുആ ചെയ്യുന്നു. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വിജയത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നതും നിർണായകമായ വിജയത്തിലേക്ക് ബദർ യുദ്ധം സമാപിക്കുന്നതും. സാധാരണ യുദ്ധത്തിന്റെ ചരിത്രത്തിലൊന്നും വിലയിരുത്താൻ ബദർ യുദ്ധം പറ്റില്ല. സൈന്യത്തിന്റെ ഫലമാണെന്നോ യുദ്ധത്തിന്റെ ആർജവമാണോ ഒന്നും പറയാൻ പറ്റില്ല. അത് അല്ലാഹു തആല ഒരു പ്രത്യേക സഹായം ഹബീബ് റസൂലുള്ളാഹിയെ കൊണ്ട് തന്നു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ഒരു വെള്ളത്തിന്റെ തടാകം ഉണ്ടായിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. അപ്പൊ അത് സത്യവിശ്വാസികൾക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി അന്നത്തെ യുദ്ധ പ്രഭുക്കന്മാരായ ചില സ്വഹാബത്ത് നബിയോട് പറഞ്ഞു, വെള്ളം അവർക്ക് ലഭിക്കാതിരിക്കാൻ വെള്ളത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ സൈന്യം നിൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സാധാരണ പറഞ്ഞു വരുന്നതല്ല. മൗലാന ഷേഖ് നമ്മളെ പഠിപ്പിച്ചത് വെള്ളം ശത്രു സൈന്യത്തിന് ബ്ലോക്കാക്കുന്ന വിധത്തിൽ നമ്മുടെ സഫുകളെ അണിനിരത്തണമെന്നായിരുന്നു സ്വഹാബത്തിലെ ചിലരുടെ കാഴ്ചപ്പാട്. കാരണം അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്, വെള്ളം അവർക്കും കിട്ടിക്കോട്ടെ, അതൊരിക്കലും തടയരുത്. വെള്ളം അവർക്കും കൂടി കിട്ടുന്ന രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾ സഫ് കെട്ടുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധമുഖത്ത് പോലും കാണിച്ച റഹ്മത്ത്. പക്ഷേ ആർജവമുള്ള സഹാബത്ത് പിന്നെ ആ വെള്ളത്തിന് സംരക്ഷണം കൊടുക്കുകയാണ്. ആ വെള്ളം തൊടാൻ നിങ്ങൾക്ക് കഴിയുമോന്നാ ചോദിക്കുന്നത്. സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ ചാടിയത് ആ ഒരു വെള്ളത്തിന്റെ സംരക്ഷണത്തിനാണ്. റസൂലുള്ളാഹി കാവൽ കൊടുത്ത, സംരക്ഷണം കൊടുത്ത തടാകത്തിലേക്ക് വന്ന് വെള്ളമെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയും. അൽ മലീക്കായ റസൂലുള്ളാഹിന്റെ കൂടെ സഹാബത്ത് സമ്പൂർണ്ണ സമർപ്പിതരായിരുന്നു എന്ന ആ ബദറിലെ സന്ദേശം ഇവിടെ മസ്ജിദുൽ അരീഷിലെ ഈ ചരിത്ര സ്ഥാനത്ത് നമുക്ക് അല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്യുക. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയൊക്കെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു പാത, ഒരു വഴി പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാലഘട്ടത്തിലെ വാരിസായ ഒരു മഹാത്മാവിനൂടെ നമുക്ക് നിലനിർത്താനുള്ള സംവിധാനം അല്ലാഹു തആല നമുക്ക് ആ ബദർ ശുഹദാഇന്റെ
ബദർ പോരാളികളുടെ യുദ്ധഭൂമിയിലെ ഈ ദുആ അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. ഈ സാന്നിധ്യം നമുക്ക് സാക്ഷിയായി തീരട്ടെ ആഖിറത്തിൽ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഈ മുന്നേറ്റത്തിൽ അല്ലാഹു തആല നമുക്ക് എല്ലാ സഹായവും തരട്ടെ. എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല വിജയം തരട്ടെ. എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല കാവല് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മസ്ജിദുൽ അരീഷിന്റെ ഈ ഓർമ്മയിൽ നമ്മൾ നമ്മുടെ ഖൽബിനോട് പ്രതിജ്ഞ ചെയ്യുക. നസലൽ അസ്സഹാബത്തു ഇൻദ ഹുക്മി മലീകിഹിം. മഹാത്മാവായ മൗലാന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കൂടെയുള്ള സമർപ്പണത്തിൽ വിജയിക്കാൻ നമുക്കും കഴിയണം. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ പദ്ധതിയാണ്. നമുക്ക് അല്ലാഹുവിനോട് പറയാം, ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്വം, ആ വിജയം അത് ഞങ്ങൾക്ക് പുലർന്ന് കാണണം. ഈ മസ്ജിദുൽ ആരീഷിന്റെ ഈ പുണ്യ സ്ഥാനത്തുള്ള ഞങ്ങളുടെ ദുആ. ശരിയില്ലാഹി മൗലാന ശൈഖ്, ശരിയില്ലാഹി സയ്യിദനാ റസൂലുള്ളാഹി ശുഹദാ ബദർ റളിയല്ലാഹു അൻഹു. ആമീൻ. ശരിയില്ലാഹി മൗലാന ശൈഖ്.